ഓക്കെ, മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 9th 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പേജ് നമ്പർ 14 ചോദ്യങ്ങൾ ഇന്ന് ചെയ്യുകയാണ്. ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട്, പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. അതിൽ 8 ചോദ്യങ്ങൾ അത് ചെയ്തിരുന്നു. അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അതുകൂടി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ ചോദ്യങ്ങളിലേക്കൂടെ കടന്നു പോവുകയാണ്. ദ പ്രൈസ് ഓഫ് 4 pens and 3 pencils is 66 rupees. The price of 7 pens and 3 pencils is 111 rupees. What is the price of a pen? The price of a pencil. ഇതാണ് ചോദ്യം. മലയാളത്തിൽ നിങ്ങൾക്ക് അവിടെ ചോദ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. പെയർ ഓഫ് ഇക്വേഷൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ജോഡി സമവാക്യങ്ങളാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ഉള്ളു? ഇവിടെ പെൻസ് ഉണ്ട്, പെൻസിൽസ് ഉണ്ട്. അപ്പോൾ പെൻസിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക, പെൻസിലിനെ വൈ ആയിട്ട് എടുക്കുക. അപ്പോൾ 4 പെൻസ് 3 പെൻസിൽ, അപ്പോൾ എന്ത് വരും? 4 പെൻസ് ആൻഡ് 3 പെൻസിൽസിന് കൂടിയിട്ടാണ് എത്ര വരുന്നത്? 66 രൂപ വരുന്നത്, 66 റുപ്പീസ്. അപ്പോൾ ഇതിനെ നമുക്ക് പെന്നിനെ നമ്മൾ എന്തെടുക്കുക? പ്രൈസ് ഓഫ് എ പെൻസിലും പ്രൈസ് ഓഫ് എ പെന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പേനയുടെ വിലയും ഒരു പെൻസിലിൻ്റെ വിലയും. പേനയുടെ വില നമ്മൾ കോസ്റ്റ് ഓഫ് പെൻ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക, കോസ്റ്റ് ഓഫ് പെൻസില് നമ്മൾ വൈ ആയിട്ട് എടുക്കുക. ആദ്യത്തേന് എക്സ്, കോസ്റ്റ് ഓഫ് പെൻ, കോസ്റ്റ് ഓഫ് പെൻസിൽ. ഓക്കെ, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ പെൻസിലിൻ്റെ വില, പേനയുടെ വില, അത് എക്സ് എടുക്കുക, വൈ. അപ്പോൾ 4 പെൻസ് ഉണ്ട് ഇവിടെ. 4 പെൻസ് ഉണ്ടാവുമ്പോൾ ഒരു പെന്നിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ 4 പെന്നിൻ്റെ കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടും 4x. അതേപോലെ ഒരു പെൻസിലിൻ്റെ വിലയാണ് വൈ ആയിട്ട് എടുത്തത്. 3 പെൻസിലുണ്ട് നമ്മൾക്കിവിടെ. അപ്പോൾ 3 പെൻസിലിൻ്റെ വില 3y ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 66 രൂപ കിട്ടുന്നത്. ഇത് നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആളെ നമ്മൾ എഴുതി വെക്കുക. 4x + 3y = 66. എന്താണ് കണ്ടുപിടിക്കേണ്ടതിനാ എക്സ് ആയിട്ടും വൈ ആയിട്ടും എടുക്കുക. ഓക്കെ, കുഴപ്പമില്ലല്ലോ. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയാൽ പ്രൈസ് ഓഫ് 7 പെൻസ്, 7 പേനയുടെ വിലയും 3 പെൻസിലിൻ്റെ വിലയും കൂട്ടിയപ്പോൾ 111. പെന്നിൻ്റെ വില നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്, പെൻസിലിൻ്റെ വില നമ്മൾ വൈ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ 7 പേനയുടെ വില നമുക്ക് എത്ര കിട്ടും? 7x. അതുകൂടാതെ 3 പെൻസിലിൻ്റെ വില 3y = നമുക്ക് കിട്ടും 111. അതിനെ നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുക. ഈ 2 ഇക്വേഷനും നമ്മൾ അടുത്തടുത്ത് എഴുതുകയാണ്. 7x + 3y = 66. അതേപോലെ 4x + 3y അല്ല 7x + 3y = 111. സോറി, 111. 4x + 3y = നമുക്ക് കിട്ടും 66. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ 2 ഇക്വേഷൻ വരുമ്പോൾ സോൾവ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അതെന്താണെന്ന് കരുതിയാൽ, ഒരുപോലെ വരുന്ന ടേംസ് ഒരുപോലെ ഉദ്ദേശിക്കുന്ന നോക്കിക്കോ. ഇവിടെ 3y ഉണ്ട്, ഇവിടെയും 3y ഉണ്ട്, ഒരുപോലെയുള്ളതാണ്. അപ്പോൾ ഒരുപോലെയുള്ളത് 2 സമവാക്യങ്ങളിലും 2 ഇക്വേഷൻസിലും വന്നിട്ട് അവയ്ക്ക് ഒരേ ചിഹ്നമാണെങ്കിൽ ശ്രദ്ധിക്കണം, രണ്ടും പ്ലസ് ആണ്. കണ്ടില്ലേ, രണ്ടും പ്ലസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറക്കുക. ഒന്നാമത്തതിൽ നിന്ന് രണ്ടാമത്തത് കുറക്കുക പറഞ്ഞ അർത്ഥം എക്സിൻ്റെ ഇതിൽ നിന്ന് എക്സിനെ കുറക്കുക, വൈയുടെ ഇതിൽ നിന്ന് വൈനെ കുറക്കുക, നമ്പറിൽ നിന്ന് നമ്പർ കുറക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര കിട്ടും? ഈ 7x നിന്ന് ഈ 4x കുറച്ചാൽ നമുക്ക് 3x കിട്ടും. 3y 3y പോയാൽ നമുക്ക് 0 കിട്ടും. 111 നമുക്ക് 16 പോയി കഴിഞ്ഞാൽ നമുക്ക് 45, നമുക്ക് കുറച്ചാൽ കിട്ടും 45. അപ്പോൾ 3x = നമുക്ക് 45 എന്ന് കിട്ടിയാൽ എക്സിൻ്റെ വില 45/3 = 15 എന്ന് കിട്ടും. 45/3 15. അതായത് എക്സിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്? പേനയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. ശ്രദ്ധിച്ചാ, പേനയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പെന്നിൻ്റെ പൈസ നമുക്ക് കിട്ടി
എക്സ് ഈക്വൽ ടു 15. ഇനി ആരെയാണ് കിട്ടുന്നത്? പെൻസിലിൻ്റെയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ നമ്മളുടെ കയ്യിലുണ്ട്. 4x പ്ലസ് 3y സമം 66 ഉണ്ട്. അതിൽ എക്സിന് പകരം എത്ര വില കൊടുത്താൽ മതി? 15. ഈ കിട്ടിയിട്ടുള്ള എക്സിന്റെ വില ഇവിടെ കൊടുക്കുക. അപ്പോൾ 4x എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, 4 ഇൻറ്റു എക്സ് ആണ്. എക്സിന് 15 കൊടുക്കുമ്പോൾ 4 ഇൻറ്റു 15 പ്ലസ് 3y സമം 66. 4 15 60 പ്ലസ് 3y ഈക്വൽ ടു 66. അപ്പോൾ 3yയുടെ വില എത്ര വരും? 66-ൽ നിന്ന് 60 കുറക്കുക. ഈ 60 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -60 ആയിട്ട് വരും. അപ്പോൾ 3y ഈക്വൽ ടു 66 60 പോയാൽ 6. 3y 6 ആകുമ്പോൾ y ഈസ് ഈക്വൽ ടു എത്ര? 6/3 ഈക്വൽ ടു 2. അതായത് പെൻസിലിൻ്റെ പൈസ, വൈയുടെ വില 2. വൈയുടെ വില എന്ന് പറഞ്ഞാൽ ആരുടെ പൈസയാണ്? പെൻസിലിൻ്റെ പൈസ. നമുക്ക് എത്ര കിട്ടി? y ഈക്വൽ ടു 2. അപ്പോൾ നമ്മളോട് ചോദിച്ചത് പെൻസിലിൻ്റെ പൈസയും പേനയുടെ പൈസയാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ മലയാളത്തിലാണെങ്കിൽ പേനയും ഉണ്ട് പെൻസിലും ഉണ്ട്. പേനയാണ് നമ്മൾ എന്താണ് പെൻസിലിൻ്റെ വിലയും പേനയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. പേനയുടെ വില എക്സ് എടുക്കുക. അപ്പോൾ 4 പേനയുണ്ട്, അപ്പോൾ 4x. 3 പെൻസിലിനെ y ആയിട്ട് എടുത്താൽ 3y. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 66. 2 ഇക്വേഷൻ കിട്ടും. 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ചില കുട്ടികൾക്ക് അത് കൺഫ്യൂഷൻ വരില്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 2 ഇക്വേഷനിലും y ഒരേപോലെയുള്ളതുണ്ടോ എന്ന് നോക്കുക. y ഒരേപോലെയുള്ളതിന് രണ്ടും പ്ലസ് തന്നെയാണ് എങ്കിൽ കുറക്കുക. y ഒരേപോലെയുള്ള x ആണ് ഒരേപോലെ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ഥലത്ത് 4x, രണ്ടാമത്തേത് 4x, 4x ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ നമുക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരേപോലെയുള്ള ചിഹ്നമാണെങ്കിൽ 3y 3y പോകുമ്പോൾ അല്ലേ 0 കിട്ടുക. അതേ സമയത്ത് ഒന്ന് +3y ഒന്ന് -3y ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടത്. അങ്ങനത്തെ സന്ദർഭം വരുമ്പോൾ അത് ഞാൻ പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമാക്കി മറ്റൊരു സമചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെന്റിമീറ്റർ ആയി. ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും എത്ര എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്കൊരു ചതുരം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ നീളവും വീതിയും വലുതാക്കി മാറ്റിയ വേറൊന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 എണ്ണം ഉണ്ട്. അപ്പൊ ആദ്യത്തേത് നമ്മൾക്ക് എഴുതുമ്പോൾ നോക്കൂ കുട്ടികളെ, ഇവിടെ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു ചതുരം ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 21. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ 4 സൈഡിന്റെ നീളം, ഇങ്ങനെ വരുന്ന 4 വശത്തിന്റെ നീളാണ് 26. അങ്ങനെയാണെങ്കിൽ ഈ വശവും കൂട്ടിയാൽ, നീളവും വീതിയും കൂട്ടിയാൽ, ഇത് നീളമാണ്, ഇത് വീതിയാണ്. അതായത് ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമുക്ക് കിട്ടും നീളവും വീതിയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? നീളം പ്ലസ് വീതി, അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് നമുക്ക് എത്ര കിട്ടും? ഈ 26ന്റെ ചുറ്റളവിന്റെ പകുതി. അത് ശ്രദ്ധിക്കണം, 26ന്റെ പകുതി എത്ര? 26/2 ഈക്വൽ ടു 13 കിട്ടും. കിട്ടേണ്ട കാരണം ചുറ്റും കൂട്ടിയാൽ 26 ആണ്. അപ്പോൾ ഇതിന്റെ ഒരു നീളവും ഒരു വീതിയും കൂട്ടിയാൽ അതിന്റെ പകുതി ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നീളവും വീതിയും കൂട്ടിയാൽ നമുക്ക് ചുറ്റളവിന്റെ പകുതി, അല്ലെങ്കിൽ ചുറ്റളവ് ബൈ 2 ആയിരിക്കും വരിക. ആര്? നീളം കൂട്ടണം വീതി. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വെച്ചാൽ എളുപ്പമായി. അപ്പോൾ നീളവും വീതിയും കൂട്ടിയാൽ 13 കിട്ടി. അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചത്? ചതുരത്തിന്റെ നീളവും വീതിയും എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നീളത്തിനെ ലെങ്ത്തിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക, വീതിയെ നമ്മൾ y ആയിട്ട് എടുക്കുക. കണ്ടുപിടിക്കണം. ഈ അധ്യായത്തിലത്തെ ഈ ചാപ്റ്ററിലത്തെ എല്ലാ ചോദ്യത്തിനും അങ്ങനെയാണ്. 2 കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യത്തിന് എക്സ് ആയിട്ട് എടുക്കുക, രണ്ടാമത്തേന് y ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത് എന്താ? എക്സും വൈയും കൂട്ടിയാൽ, നീളവും വീതിയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? ഇപ്പോൾ ഇവിടെ 13 കിട്ടി, ചുറ്റളവിന്റെ പകുതി, അതായത് 13. ഇത് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, നീളവും വീതിയും കൂട്ടിയ 13. എക്സും വൈ എടുക്കേണ്ട കാരണം മനസ്സിലായല്ലോ. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയാൽ, ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങ്. അപ്പൊ ഇതിന്റെ നീളം നമ്മൾ എടുത്തത് എക്സ് ആണ്, ഇതെടുത്തത് y ആണ്.
നീളത്തിന്റെ 2 മടങ്ങ് എത്ര വരും? നീളത്തിന്റെ 2 മടങ്ങ്. രണ്ടാമത്തെ ചതുരത്തിന്റെ പ്രത്യേകത എന്താ? രണ്ടാമത് ഞാനിങ്ങനെ ഒരു ചതുരം വരച്ചാല് ആദ്യത്തെ ചതുരത്തിന്റെ ആദ്യത്തെ റെക്ടാങ്കിളിന്റെ നീളത്തിന്റെ 2 ടൈംസ് ആണ്. അപ്പൊ ഇത് എക്സ് ആയതുകൊണ്ട് രണ്ടാമത്തതിന് ഇത് എത്ര വരും? നീളം 2x വരും. പിന്നെയോ മറ്റെന്താ പറഞ്ഞത്? വീതി 3 മടങ്ങുമാക്കി. വീതി നേരത്തെ എത്ര എടുത്തത്? നമ്മൾ ഇവിടെ എടുത്തെടുത്തത് y ആണ്. അപ്പൊ അതിപ്പോ 3 ടൈംസ് 3 ടൈംസ് ആകുമ്പോൾ എത്ര കിട്ടും? 3y ആയി കിട്ടി. അപ്പോ നമ്മൾക്ക് ഇവിടെ എന്ത് തന്നിന്? ഇതിന്റെ ചുറ്റളവ് തന്നിന്. ഈ രണ്ടാമത്തെ ചതുരത്തിന്റെ ചുറ്റുള്ള അളവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാ ഈ നീളം, ഈ വീതി, ഈ നീളം, ഈ വീതി, 2 നീളവും 2 വീതിയും കൂട്ടിയതാണ് ചുറ്റളവ്. അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 62. അപ്പോ ഇതിന്റെ നീളവും വീതിയും മാത്രം കൂട്ടിയാൽ എത്ര കിട്ടും? നീളവും വീതിയും കൂട്ടിയാൽ ചുറ്റളവിന്റെ പകുതി ആയിരിക്കും, അതായത് 31. അപ്പൊ നീളം എത്രയാണ് ഇവിടെ? 2x. അപ്പൊ നമുക്ക് എഴുതാം 2x കൂട്ടണം വീതി എത്ര? പുതിയതിന്റെ 3y. 2x + 3y = 31. ഓക്കെ, ആദ്യത്തത് കിട്ടിയത് x + y = 13. രണ്ടാമത് കിട്ടിയത് 2x + 3y = 31. ഓക്കെ, 2x + 3y = 31. ഇവിടെ നോക്കിയാൽ ഇവിടെ x ആണുള്ളത്, ഇവിടെ 2x ആണുള്ളത്, ഇവിടെ y ആണുള്ളത്, ഇവിടെ 3y ആണുള്ളത്. അതായത് ഒരേപോലെയുള്ളതിന് ഒരേ നമ്പർ അല്ല മുമ്പിൽ വരുന്നത്. ഓക്കെ, അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ x + y = നമുക്ക് 13 തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക കുട്ടികളെ, x + y = 13 ആണെങ്കിൽ y = നമുക്ക് എന്തെഴുതാം? y = 13 - x എന്ന് എഴുതാം. y = ഈ x അപ്പുറത്തേക്ക് പോയി 13 - x. y = 13 - x ആവുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 2x + 3y = 31 എന്ന് കിട്ടിയിട്ടുണ്ട്. അതില് yക്ക് എത്ര വില കൊടുക്കുക? 13 - x എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടും 2x + 3 ബ്രാക്കറ്റിൽ ഇൻറ്റു yക്ക് പകരം കൊടുക്കേണ്ടത് എത്രയാണ്? 13 - x. 13 - x = 31. അപ്പോൾ കിട്ടുന്നത് കണ്ടോ? 2x + 3നെ 13 കൊണ്ട് ഗുണിച്ചാൽ 3 × 13 - 3 × x = 31. അപ്പോൾ 2x + 39 - 3x = 31. ഡൗട്ട് ഇല്ലല്ലോ? ഇനി നോക്ക്, 2x - 3x, എക്സിനെ മാത്രം ഒരു ഭാഗത്ത് നിൽക്കുക, ഈ 39നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് കിട്ടും 31 - 39. 2x ന്ന് 3x പോയാൽ എത്ര വരിക? നമുക്കറിയാം 3x ന്ന് 2x പോയാൽ നമുക്കറിയാം 1x. അപ്പൊ 2x ന്ന് 3x പോയാൽ എത്ര ആയിരിക്കും? -x -1x അല്ലെങ്കിൽ -1x. 31 ന്ന് 39 പോയാലോ? അതും -8. അപ്പൊ -1x -8 ആവുമ്പോൾ 1x = നമുക്ക് എത്ര കിട്ടും? 8. കാരണം രണ്ടിന്റെയും മൈനസ് ഒഴിവാക്കിയാൽ നമുക്ക് x = 8 എന്ന് കിട്ടി. x = 8 കിട്ടിയാൽ നമുക്ക് ആദ്യം ഒരു ഇക്വേഷൻ ഉണ്ട്. ഏത്? x + y = 13 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പൊ x = 13, x-ന് പകരം എത്ര കൊടുക്കുക? 8. അപ്പൊ 8 + y = 13. അപ്പൊ y = കിട്ടും -8 = 5 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നീളമാണ്. അപ്പൊ നമുക്ക് കിട്ടും നീളം നമുക്ക് കിട്ടും x = 8. മറ്റേതോ വീതി ബ്രെഡ്ത്താണ്, y = നമുക്ക് കിട്ടും 5. നീളവും വീതിയുമാണ് കണ്ടുപിടിക്കുക. അപ്പൊ ഈ ചോദ്യം ഒന്ന് നോക്കിയാൽ ചോദ്യത്തിൽ എന്താണ് പറയുന്നത്? ചോദ്യത്തിൽ പറയുന്നത് ആദ്യം ഒരു ചതുരം ഉണ്ടായിരുന്നു, ആദ്യം ഒരു റെക്ടാങ്കിൾ ഉണ്ടായിരുന്നു, അതിന്റെ നീളവും വീതി, അതിന്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നീളത്തിന് നമ്മൾ x എടുത്തു, വീതിനെ y എടുത്തു. അപ്പൊ എക്സും വൈയും കൂട്ടിയപ്പോൾ പെരിമീറ്ററിന്റെ ഹാഫ് കിട്ടും, നീളവും വീതിയും കൂട്ടി x. അങ്ങനെ നമുക്ക് ആദ്യത്തെ ഒരു ഇക്വേഷൻ കിട്ടി. ഏത്? x + y = 13 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? വലിയ ഒരു റെക്ടാങ്കിൾ അവിടെയുണ്ട്, ചതുരമുണ്ട്. പ്രത്യേകത ആദ്യം ഉണ്ടായ ചതുരത്തിന്റെ നീളത്തിന്റെ മടങ്ങാണ്. അതേ എത്രയാണ്? ആദ്യം ഉണ്ടായതിന്റെ 3 ടൈംസ് ആണ്.
ചുറ്റളവ് തന്നിട്ടുണ്ട്. അപ്പൊ നീളവും വീതിയും കിട്ടിയാൽ അതിന്റെ ചുറ്റളവിന്റെ പകുതിയായിരിക്കും. അപ്പൊ 2x+3 കിട്ടി 31. അപ്പോ ഈ എക്സും വൈയും നോക്കുമ്പോൾ രണ്ട് സമവാക്യം ഒരുപോലെ രണ്ടും കാണുന്നില്ല. അപ്പോൾ നമ്മൾ എഴുതി. അപ്പൊ നിങ്ങൾ ചോദിക്കും y ഈക്വൽ ടു തന്നെ ആദ്യത്തെ ശ്രദ്ധിക്ക്, ആദ്യത്തെ ഈ ഒരു ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എന്ന് എഴുതിക്കൂടെ? എക്സ് ഈക്വൽ ടു എന്ന് എഴുതാം. x+y = 13 ആണെങ്കിൽ എക്സ് എന്ത് 13 ന് പകരം അന്നേരം ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സിൽ അറിയിക്കുക. ഓക്കെ, പേജ് നമ്പർ 16 വരുന്ന ചോദ്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The price of 2 kilograms of orange and 3 kilograms of apple is 520 rupees. The price of 3 kilograms of orange and 2 kilograms of apple is 480 rupees. What is the price of each? എന്നാണ് ചോദ്യം. 2 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കും 3 കിലോഗ്രാം ആപ്പിളിനും കൂടിയിട്ട് 520. അപ്പൊ നമ്മളോട് എങ്ങനെയാണ് എക്സ് വൈ എന്ന് എങ്ങനെയാണ് എടുക്കുന്നത്? നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും മധുര നാരങ്ങയുടെ വില എത്ര, അതായത് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്. ഇംഗ്ലീഷിൽ അത്രേ പറഞ്ഞിട്ടു, ഓരോന്നിൻ്റെ എന്ന് പറഞ്ഞു. മലയാളത്തിൽ മധുര നാരങ്ങയുടെ വില എത്ര, ആപ്പിളിന്റെ വില എത്ര. അപ്പൊ നമ്മൾക്ക് എടുക്കുക പ്രൈസ് ഓഫ് ഓറഞ്ച്, പ്രൈസ് അതായത് ഓറഞ്ച് മധുര നാരങ്ങയുടെ വില നമ്മൾക്ക് എന്തെടുക്കാം? എക്സ്. അതേമാതിരി പ്രൈസ് ഓഫ് ആപ്പിള്, ആപ്പിളിന്റെ വില നമ്മൾ എന്തെടുക്കാം? വൈ. അപ്പൊ ഇനി പറഞ്ഞു നോക്ക്, പ്രൈസ് ഓഫ് 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച്. ഇത് 1 കിലോഗ്രാമിന്റെ വിലയാണ്. ഈ പറഞ്ഞിരിക്കുന്നത് 1 കിലോഗ്രാമിന്റെ പൈസയാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. 1 കിലോഗ്രാം ആപ്പിളിന്റെ പൈസ, 1 കിലോഗ്രാം ഓറഞ്ചിന്റെ പൈസ. അപ്പൊ നമ്മൾ 2 കിലോഗ്രാം ഓറഞ്ചിന് എത്രയാവുന്നാണ് ചോദ്യം. 1 കിലോഗ്രാം ഓറഞ്ചിന് എടുത്തത് എക്സ് ആണ്. അപ്പൊ 2 കിലോഗ്രാം വരുമ്പോ എത്രയാവും? അത് 2x ആവും. കറക്റ്റ് അല്ലേ? അതേമാതിരി തന്നെ ആപ്പിളിന്റെ വില എത്ര? 3 കിലോഗ്രാം ആണ്. 1 കിലോഗ്രാം ആപ്പിളിന്റെ പൈസ എത്ര? y ആണ്. അപ്പൊ 3 കിലോഗ്രാം ആപ്പിളിന് എത്ര വരും? 3y. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ പൈസ എത്രയാ വരിക? ആപ്പിളിനും ഓറഞ്ചിനും കൂടിയിട്ട് 520 വരും. അപ്പൊ നമ്മൾക്ക് എന്തെഴുതാം? 2x പ്ലസ് നമുക്ക് എഴുതാം, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 2x-ഉം 3y-യും കൂട്ടിയാൽ 520 കിട്ടും. അത് നമ്മൾക്ക് ഒരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻസ് നോക്കിയാൽ എന്താ പറയുന്നത്? പ്രൈസ് ഓഫ് 3 കിലോഗ്രാം ഓഫ് ഓറഞ്ച് ആണ്. അപ്പോൾ ഓറഞ്ച് 3 കിലോഗ്രാമിന് എത്ര വരും? 1 കിലോഗ്രാം ഓറഞ്ചിന്റെ പൈസ എക്സ് ആണ്. അപ്പൊ 3 കിലോഗ്രാമിന് എത്ര വരും? 3x. അതേമാതിരി ആപ്പിൾ ആണ് എടുക്കുന്നതെങ്കിൽ അത് എത്ര കിലോഗ്രാം ആണ്? രണ്ടാമത്തെ കേസിൽ 2 കിലോഗ്രാം ആപ്പിൾ ആണ്. അപ്പോൾ 2 കിലോഗ്രാം ആപ്പിള് ആവുമ്പം അതിന്റെ വില 2y. അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 480 രൂപ. അതായത് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും: 3x + 2y = നമുക്ക് ഉത്തരം കിട്ടും 480 രൂപ. ശ്രദ്ധിക്കണം, 480 രൂപ. ഇവിടെ ഈ ചോദ്യത്തിലെ പ്രത്യേകത നോക്കൂ കുട്ടികളെ. ഇവിടെ എക്സ് നേരത്തെ ചെയ്ത കണക്ക് പോലെ y = എന്ന് പറയുന്ന രൂപത്തിൽ ഇതിനെ നമുക്ക് എഴുതാൻ കഴിയില്ല. എന്നിട്ട് ആ വില രണ്ടാമത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? ഇത് 2x 3y, മറ്റൊരിക്കൽ 3x 2y എന്ന് പറയുന്ന രൂപത്തിലാണ് ഉള്ളത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, എക്സിന്റെ മുമ്പിലുള്ള വില നോക്കിയാൽ 2 ആണ്. ഇവിടെ എക്സിന്റെ മുമ്പിലുള്ള വില 3 ആണ്. ഒരുപോലെയല്ല. വൈയുടെ മുമ്പിൽ 3 ആണ്, വൈയുടെ മുന്നേ ഉള്ളത് 2 ആണ്. അവിടെയും ഒരേ വൈയും വരുന്നില്ല. 3y ഉണ്ടെങ്കിൽ 3y ആ രീതിയിലും വരുന്നില്ല. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ മുമ്പിൽ 2 ആണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ വൈയുടെ മുമ്പിൽ 2 ആണ്. ഒന്നാമത്തെ ഇക്വേഷനിൽ വൈയുടെ മുമ്പിൽ 3 ആണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന്റെ മുമ്പിൽ 3 ആണ്. എക്സിന്റെയും വൈയുടെയും മുമ്പിലുള്ള ആ നമ്പറുകൾ 2 ഇക്വേഷനിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പം ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതാണ് ഇനിയിപ്പം ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്ക്, എന്തൊക്കെയാണ് പറഞ്ഞ പ്രത്യേകത?
2x പ്ലസ് 3y, പ്രത്യേകത ഓർമ്മിക്കണേ, 520, 3x പ്ലസ് 2y 480. മനസ്സിലായില്ലേ? എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യൻസ്, മുമ്പിലുള്ള വിലകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു രണ്ട് ഇക്വേഷനിൽ. അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷനെ 1 എന്ന് വിളിക്കുക, ഈ ഇക്വേഷനെ 2 എന്ന് വിളിക്കുക. ആദ്യം ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ കൂട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2xന്റെ കൂടെ 3x കൂട്ടിയിട്ട് എഴുതുക 5x, പ്ലസ് 3y കൂടെ 2y കൂട്ടിയിട്ട് എഴുതുക 5y. 520ഉം 480ഉം കൂട്ടുക, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 1000. 5x പ്ലസ് 5y സമ 1000 കിട്ടി. ഇതിനെയെല്ലാം നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓരോന്നിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടും 5xനെ 5 കൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടും 5x/5 പ്ലസ് 5y/5 സമം 1000/5. 5x/5 വരെ എത്ര? 5ഉം 5ഉം കട്ട് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും, 5ഉം 5ഉം കട്ട് ചെയ്താൽ നമുക്ക് വൈ കിട്ടും, 1000/5 നമുക്ക് 200 കിട്ടും. അപ്പൊ എക്സ് പ്ലസ് വൈ സമം നമുക്ക് 200 എന്ന് കിട്ടും. ഇനി എക്സ് പ്ലസ് വൈ സമം 200 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആ വില രണ്ടാമത്തേൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന വില കണ്ടോ കുട്ടികളെ? എക്സ് പ്ലസ് വൈ സമം 200 വന്നു. അപ്പോൾ ശ്രദ്ധിക്ക്, എക്സ് പ്ലസ് നോക്ക്, എക്സ് പ്ലസ് വൈ സമം 200 എന്ന് കിട്ടിയാൽ വൈ സമം നമുക്ക് എന്തെഴുതാ? 200 മൈനസ് എക്സ്. കാരണം ഈ എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ്, സമവാക്യത്തിന് അപ്പുറത്തേക്ക് പോകുമ്പം അങ്ങനെ വന്നു. വൈ സമം 200 മൈനസ് എക്സ്. ഈ വൈ സമം 200 മൈനസ് എക്സ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക രണ്ടാമത്തേൽ. അതായത് 3x പ്ലസ് 2y സമം 480 അല്ലെങ്കിൽ 2x പ്ലസ് 3y സമം 520 ഇഷ്ടമില്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 480 ഞാൻ ചെയ്യുന്നതെങ്കിൽ 3xന് 3x എന്ന് എഴുതുക, പ്ലസ് 2y, ഈ വൈക്ക് പകരം എത്ര എഴുതാ? ഈ 200 മൈനസ് എക്സ് എന്ന് എഴുതുക. 2 ഇൻറ്റു ബ്രാക്കറ്റ് കൊടുക്കണേ, 200 മൈനസ് എക്സ് സമം നമുക്ക് എത്ര കിട്ടും? 480. അപ്പം 3x പ്ലസ് 200 നമുക്ക് 400 കിട്ടും. 2x മൈനസ് 2x ആണ് സമം 480. 3x 2x പോവുക, അപ്പൊ നമുക്ക് കിട്ടും 3x മൈനസ് 2x സമം 480 മൈനസ് 400. 3x 2x പോയ എത്ര? 1x. 480 400 പോയാലോ 80. അപ്പൊ എക്സ് സമം നമുക്ക് കിട്ടി 80 എന്നുള്ള വില കിട്ടി. എക്സ് സമം 80 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എക്സും വൈയും കൂട്ടിയാൽ 200 ആണ്. നമ്മൾ ഇവിടെയുണ്ട് എക്സും വൈയും കൂട്ടിയാൽ 200 ആണെന്ന്. അപ്പൊ ആ എക്സിന് 80 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 80ഉം ഞാൻ ഈ ഇതൊന്ന് താഴോട്ട് മാറ്റാം. അപ്പൊ നമുക്ക് എക്സിന് പകരം 80 കൊടുത്താൽ 80 കൂട്ടണം വൈ സമം 200. അപ്പൊ വൈ സമം എത്ര കിട്ടും? 200 മൈനസ് 80. അതിന് ഉത്തരം എത്ര? 120. അപ്പൊ എക്സ് സമം 80, വൈ സമം 120. അതിന്റെ അർത്ഥം എക്സ് എന്ന് പറഞ്ഞാൽ ആരാ നമ്മൾ എടുത്തത്? ഓറഞ്ച്. അപ്പൊ ഓറഞ്ചിന്റെ പൈസ നമുക്ക് കിട്ടിയത് 80 രൂപ. 80 രൂപ. അതേപോലെ ഇതിന് കിട്ടിയ വില 120 രൂപ. ഓക്കെ, ആപ്പിളിന് 120 രൂപ. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ ചെയ്യുക. രണ്ടെണ്ണം ഒരേപോലെ വന്നാൽ ഈ 2x പ്ലസ് 2x 3y 3x 2y വന്നാൽ രണ്ടും കൂടെ കൂട്ടുക. രണ്ടും കൂടെ കൂട്ടിയിട്ട് എക്സും വൈയിലും അന്നേരം ഒരേ മുമ്പിൽ ഒരേ നമ്പർ വരും. അപ്പോഴതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്റ്റെപ്പ് ഓർമ്മിച്ച് വെക്കണം. അപ്പൊ അതിന് എക്സ് പ്ലസ് വൈ കിട്ടും. അപ്പൊ നമുക്ക് y ഈക്വൽ ടു എന്ന് എഴുതാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ ആ വൈക്ക് പകരം നമുക്ക് കിട്ടിയതിലത്തെ എക്സിലുള്ള വാക്ക് കൊടുക്കുക. അപ്പൊ നമുക്ക് എക്സിന്റെ വില കിട്ടും. എക്സിന്റെ വില കിട്ടിയ എക്സ് പ്ലസ് വൈ കിട്ടുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വയർ 1 meter long is cut into 2 pieces. 1 meter, 1 മീറ്റർ നീളമുള്ള ഒരു വയറ്, ഒരു കമ്പി മുറിച്ച് ഒരു കഷ്ണം വളച്ച് ഒരു സമചതുരം. അപ്പൊ ഇതിനെ മുറിക്കുകയാണ്, ഇതിനെ കട്ട് ചെയ്യുന്നു.
ഓക്കെ, എവിടുന്ന് കട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അതിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 കഷ്ണമായി. ആ 2 കഷ്ണത്തിൽ ഒരു കഷ്ണം വെച്ചിട്ട് ഒരു സമചതുരവും മറ്റേ കഷ്ണം വളച്ച് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ പീസിനെ ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഈ ഒന്നാമത്തെ പീസിനെ വളച്ചിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കുന്നെന്ന് കരുതുക. സ്ക്വയറിന് ഉണ്ടാക്കണമെന്നില്ല, സമഭുജ ത്രികോണം ഉണ്ടാക്കാം. അപ്പൊ ഈ രണ്ടാമത്തെ കഷ്ണത്തിനെ വളച്ചിട്ട് ഒരു സമഭുജ ത്രികോണം 3 സൈഡും ഈക്വൽ ആയിട്ട് ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർ പറയുന്നത് സമചതുരത്തിന്റെ വശത്തിന്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിന്റെ വശത്തിന്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 കിട്ടിയാൽ എത്ര നീളത്തിലാണ് മുറിച്ചത്? ശ്രദ്ധിക്കണം, ഈ എത്ര നീളത്തിലാണ്, അതായത് 1 മീറ്റർ നീളമുള്ള ഈ വയറ് എത്ര ദൂരത്തിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സമചതുരത്തിന്റെ പ്രത്യേകത കുട്ടികൾക്കറിയാം, എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഈ സമചതുരത്തിന്റെ സൈഡ് എക്സ് ഉണ്ടെങ്കിൽ ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്. അപ്പൊ ഈ സമചതുരം ഉണ്ടാക്കാനുള്ള കമ്പിയുടെ നീളം എത്ര കിട്ടും? അപ്പൊ അതിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ സ്ക്വയറിന്റെ സമചതുരം സ്ക്വയർ എന്നാണ് പറയുക. അതിന്റെ പെരിമീറ്റർ, ചുറ്റളവ് പെരിമീറ്റർ, സ്ക്വയറിന്റെ പെരിമീറ്റർ എത്ര കിട്ടും? 4x. ഇതിൻ്റെത് y ആന്ന് വിചാരിച്ചോ. അപ്പൊ ഇതും y, ഇതും y. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ, ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അത് എത്ര കിട്ടും? പെരിമീറ്റർ 3 സൈഡാണ് ഉള്ളത്, 3 സൈഡും ഒരേപോലെയാണ്, 3y ആണ്. ഇനി നിങ്ങൾ എന്നോട് പറയണം, ഈ 4x എന്ന് പറയുന്നത് ഈ സമചതുരം ഉണ്ടാക്കിയിട്ടുള്ള ആകെ കമ്പിയുടെ നീളമാണ്. 3y എന്ന് പറയുന്നത് ഈ സമഭുജ ത്രികോണം ഉണ്ടാക്കിയിട്ടുള്ള ആകെയുള്ള കമ്പിയാണ്. ഈ 2 കമ്പികളെ, ഈ 4xും 3yയും കൂട്ടിയാൽ എത്ര കിട്ടും? 4xും 3yയും കൂട്ടിയാൽ നമുക്ക് ആകെയുള്ള ഈ 1 മീറ്റർ നീളമുള്ള കമ്പി കിട്ടും. 1 മീറ്ററിന് നമുക്ക് 100 സെന്റിമീറ്റർ ആക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നോക്ക്, അതിന്റെ ചുറ്റളവിടെ സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 100 സെന്റിമീറ്റർ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ 4xും 3yയും കൂട്ടിയാൽ നമുക്ക് എഴുതാം 100 സെന്റിമീറ്റർ. ക്ലിയർ? ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്ക്. സമചതുരത്തിന്റെ വശത്തിന്റെ 3 മടങ്ങ്, സമചതുരത്തിന്റെ സൈഡ് എത്രയാണ് നമ്മൾ എടുത്തത്? എക്സ്. അപ്പൊ അതിന്റെ സൈഡിന്റെ 3 മടങ്ങ്, സൈഡിന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? സ്ക്വയറിന്റെ സൈഡിന്റെ 3 ടൈംസ്, അതെത്ര കിട്ടും? നമുക്ക് കിട്ടും 3 ടൈംസ് എന്ന് പറയുമ്പോൾ 3x. സമചതുരത്തിന്റെ വശത്തിന്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിന്റെ വശത്തിന്റെ 2 മടങ്ങ്, അത് ഒരു വശം എത്ര എടുത്തത്? y ആണ്. അപ്പൊ അതിന്റെ 2 മടങ്ങ് 2y. അത് കൂട്ടിയപ്പോൾ എത്ര കിട്ടുന്ന പറഞ്ഞത്? 71 സെന്റിമീറ്റർ കിട്ടും. അത് കൂട്ടിയപ്പോൾ 71 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ നമ്മളിപ്പോ എടുക്കുന്നത് സൈഡ് ഓഫ് സ്ക്വയർ നമുക്ക് എടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ഇത് വരുന്നത്. സൈഡ് സ്ക്വയർ നമ്മൾ എന്ത് വിചാരിക്കുക? എക്സ് വിചാരിക്കുക. സൈഡ് ആരുടേത്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ എന്ത് വിചാരിക്കുക? y വിചാരിക്കുക. അങ്ങനെ രണ്ടും കരുതുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇതിന്റെ ചുറ്റളവ് 4x, ഇതിന്റെ y, ഒരു സൈഡ് y ആവുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3y. അങ്ങനെ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടിയത് 4x + 3y = 100 എന്നായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കേസിൽ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ 3 ടൈംസ് എന്നാ പറഞ്ഞത്. അപ്പൊ എക്സിന്റെ 3 മടങ്ങാണ് പറഞ്ഞത്, അത് 3x. വൈയുടെ 2 മടങ്ങാണ്, അത് ത്രികോണത്തിന്റെ വശത്തിന്റെ 2 മടങ്ങ്, അത് നമുക്ക് കിട്ടുന്നത് 2y. കൂട്ടിയപ്പോൾ നമുക്ക് 71 എന്ന് ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 2 ഇക്വേഷനും നമുക്ക് അടുത്തടുത്ത് എഴുതാം. ഏതെല്ലാം ഇക്വേഷൻ? 4x + 3y = 100 എന്ന് പറയുന്നതും 3x + 2y = 71 എന്ന് പറയുന്നതും. ശ്രദ്ധിക്കുക കുട്ടികളെ, ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു നിയമവും ശരിയാവില്ല. എന്താണ് നിയമത്തിന്റെ പ്രത്യേകത? ആദ്യം നമ്മൾ പറഞ്ഞത് ഒരേപോലെയുള്ള വൈകൾ ഉണ്ടോ, 2 സ്ഥലത്ത് ഒരേപോലെയുള്ള y ആണോ, അല്ലെങ്കിൽ ഒരേപോലെയുള്ള എക്സ് ആണോ? അങ്ങനെയുണ്ടെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റേത് കുറക്കായിരുന്നു. രണ്ടാമത് പറഞ്ഞത് x + y = ഒരു നമ്പർ 10, അല്ലെങ്കിൽ x - y എന്ന് പറയുന്ന രൂപത്തിലുള്ള ഇക്വേഷൻ ഉണ്ടോ? അതും ഇവിടെ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യൻസ്, എക്സിന്റെയും വൈയുടെയും മുമ്പിലുള്ള വിലകൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണോ,
അതും ഇവിടെ വരുന്നില്ല. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഏത് ഇക്വേഷൻ നമുക്ക് ഞാനിപ്പോ ഈ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ബന്ധവും ഇല്ലാത്ത എക്സുകളും വൈകളും ആണ് എങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ എക്സിന്റെ മുമ്പിലുള്ള ഈ 3 കൊണ്ട് ഈ ഒന്നാമത്തെ എല്ലാത്തിനെയും ഗുണിക്കുക. അതായത് ഈ 3 കൊണ്ട് ആരെ ഗുണിക്കുക? 4x ഗുണിക്കുക. 3 കൊണ്ട് 3y ഗുണിക്കുക. 3 × 3y സമം 3 × 100. അതായത് നമുക്ക് കിട്ടും 12x പ്ലസ് 3 × 3y 9y സമം 300 എന്ന് കിട്ടും. ഓക്കെ, ഇനി കേൾക്ക്. അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞത്? എക്സിന്റെ മുമ്പിലുള്ള വില കൊണ്ട് മുകളിൽ എഴുതിയ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതേമാതിരി മുകളിലുള്ള എക്സിന്റെ മുമ്പിലുള്ള 4 കൊണ്ട് ഈ താഴെയുള്ള ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. താഴെയുള്ള ഓരോന്ന് പറഞ്ഞാൽ 3x 2y 71. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 3x പ്ലസ് 4 × 2y സമം 4 × 71. 4 × 3x നമുക്ക് കിട്ടും 12x. 4 × 2y 8y. 4 × 71 284 എന്ന് കിട്ടും. ശ്രദ്ധിക്കുക കുട്ടികളെ. അപ്പൊ ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ശരിയായി. അപ്പോ ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 12x വരുമ്പോ ഇവിടെയും 12x വരുന്നു. ഒരേപോലെ വരുന്നു. ഒരേപോലെ വരുമ്പോഴുള്ള ഗുണം എന്താ? ഒരു ഇക്വേഷൻ നിന്ന് മറ്റൊരു ഇക്വേഷൻ നമുക്ക് കുറക്കാൻ പറ്റും. അതുകൊണ്ട് ആ 2 ഇക്വേഷൻ നമ്മൾ അടുത്തടുത്ത് എഴുതുകയാണ്. ഏതെല്ലാം? 12x പ്ലസ് 9y സമം 300 എന്ന് ആദ്യം കിട്ടിയത്. രണ്ടാമത് കിട്ടിയത് 12x പ്ലസ് 8y സമം 284 എന്ന് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇക്വേഷൻ നിന്ന് മറ്റൊരു ഇക്വേഷൻ അങ്ങ് കുറക്കുക. കുറക്കുമ്പം ഇത് 0 കിട്ടും. 9y 8y പോയാൽ നമുക്ക് 1y കിട്ടും. 300 284 പോയാൽ 16 കിട്ടും. അപ്പോൾ 1y സമം നമുക്ക് എത്ര കിട്ടി? y സമം 16 കിട്ടി. y കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് എക്സിനെ കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ 4x പ്ലസ് 3y സമം 100 അതിൽ ഞാൻ കൊടുക്കാൻ പോവാണ്. 4x പ്ലസ് 3y സമം 100. അതിൽ വൈക്ക് പകരം എത്ര കൊടുക്കാൻ പോവാണ്? 16. അപ്പൊ 4x പ്ലസ് 3 × 16 സമം 100. 4x പ്ലസ് 3 16 48 സമം 100. 4x സമം 100 മൈനസ് 48. 100 മൈനസ് 48 നമുക്ക് എത്ര കിട്ടും? 52. അപ്പൊ 4x സമം 52 ആയാൽ എക്സിന്റെ വില എത്ര? 52/4 സമം 13. അപ്പൊ എക്സിന്റെ വില 13 വൈയുടെ വില 16. അപ്പൊ നമ്മൾ എന്താണ് എടുത്തത്? സമചതുരത്തിന്റെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും സൈഡ് സ്ക്വയറിന്റെ സൈഡ് നമുക്ക് കിട്ടും. എക്സിന്റെ വില കിട്ടിയ എത്രയാണ്? 13. അതേപോലെ തന്നെ സൈഡ് ട്രയാങ്കിൾ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, അത് കിട്ടിയത് എത്രയാണ്? y കിട്ടിയത് 16. ഓക്കെ, അപ്പൊ നമ്മളുടെ ചോദ്യം എന്താണെന്നറിയോ? എവിടുന്നാണ് ഇത് കട്ട് ചെയ്യാന്ന്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 13 ഒരു സൈഡിന്റെ നീളമെങ്കിൽ ഈ സ്ക്വയർ ഉണ്ടാക്കാൻ, ഈ സമചതുരം ഉണ്ടാക്കാൻ എത്ര കമ്പി വേണം? 4x നീളമുള്ള കമ്പി വേണ്ടേ? ഒരു എക്സിന്റെ വില എത്രയാണ് പറഞ്ഞത്? 13. അപ്പൊ 4 × 13. അപ്പൊ സ്ക്വയറിന് വേണ്ടുന്ന നീളം എത്ര? 4x എന്ന് പറഞ്ഞാല് സ്ക്വയറിന് വേണ്ടുന്ന ഉണ്ടാക്കാനുള്ള നീളം നമുക്ക് കിട്ടും. 4x എന്ന് പറഞ്ഞാൽ 4 × 13 സമം കിട്ടും 52 സെന്റിമീറ്റർ. അപ്പൊ എവിടുന്ന് കട്ട് ചെയ്താൽ മതി? 52 സെന്റിമീറ്റർ ദൂരത്ത് നിന്ന് കട്ട് ചെയ്താല് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു സമചതുരവും ഉണ്ടാക്കാം. അതേപോലെ ഒരു സമഭുജ ത്രികോണവും ഈ പറഞ്ഞ അളവുകളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ കട്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന എത്രയാണ് പറഞ്ഞത്? 52 സെന്റിമീറ്റർ ഫ്രം വൺ എൻഡ്. ഒരു ഭാഗത്ത് നിന്ന് 52 സെന്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്താൽ അതിന്റെ ആൻസർ ആയി. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു.
ഇനി അതിലത്തെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. 4 years ago, Rahim's age was 3 times the age of Ramu. After 2 years, this would become 2 times. What are their ages now എന്നാണ്. വാട്ട് ആർ their ages? അവരുടെ വയസ്സുകൾ ഇപ്പോഴെത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ രണ്ട് പേരാണ് ഇവിടെയുള്ളത്. ഒന്ന് റഹീമാണ്, ഒന്ന് രാജുവാണ്. ഓക്കെ, അപ്പൊ മലയാളത്തിലുണ്ട് 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു പറഞ്ഞിട്ട് നമ്മൾ ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടെയുള്ള രണ്ട് പേരാണ്. ഒന്ന് റഹീമാണ്, ഒന്ന് രാമുവാണ്. ഓക്കെ, അവരുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചത്. ഇപ്പോഴുള്ള ഏജസ് നൗ ആണ് ചോദിച്ചത്. അപ്പോൾ നൗ അവരുടെ ഏജ് നമുക്ക് എത്ര എടുക്കാം? നൗ ഏജ് റഹീമിൻ്റെത് എക്സ് എടുക്കുക, രാമുവിൻ്റെത് വൈ എടുക്കുക. ഓക്കെ, അത് തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത് നോക്കിക്കോ, എന്താണ് കണ്ടീഷൻ? റഹീംസ് ഏജ് 4 years ago. അപ്പൊ 4 കൊല്ലം മുമ്പുള്ള ഏജ് ആണ് ഇനിയാണ് എഴുതാൻ പോകുന്നത്. 4 years ago. അപ്പൊ റഹീമിന്റെ വയസ്സ് എത്രയായിരിക്കും? 4 കൊല്ലം മുമ്പ് x-4, രാമുവിന്റെ വയസ്സ് y-4. ഡൗട്ട് ഇല്ലല്ലോ? രണ്ടുപേർക്കും 4 കൊല്ലം മുമ്പ്. അന്ന് ഉള്ള കണ്ടീഷൻ എന്താണെന്നറിയോ? അന്നുള്ള കണ്ടീഷൻ റഹീംസ് ഏജ് വാസ് 3 times the age of രാമു. രാമുവിന്റെ വയസ്സിന്റെ 3 times. രാമുവിന്റെ വയസ്സ് എത്രയാണ്? y-4 ആണ്. ഓക്കെ, അപ്പോൾ x-4 എന്ന് പറയുന്നത് റഹീമിന്റെ വയസ്സ് രാമുവിന്റെ 3 times. അപ്പോൾ അതെന്താണ്? 3 into y-4. ഓക്കെ, അപ്പൊ ഇതിനാ നമ്മൾക്ക് എഴുതുമ്പോൾ ഇതൊരു കണ്ടീഷനായി. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിക്കോളൂ. ഇതൊരു കണ്ടീഷൻ എന്നിട്ട് ഞാനിവിടെ എഴുതി. രണ്ടാമത്തത് ആഫ്റ്റർ 2 years. അപ്പോ ആഫ്റ്റർ 2 years, 2 കൊല്ലം കഴിയുമ്പോൾ റഹീമിന്റെ വയസ്സ് എത്രയായിരിക്കും? ഇപ്പോൾ റഹീമിന്റെ വയസ്സാണ് നമ്മൾ എടുത്തത് എത്ര? എക്സ്. അപ്പൊ 2 കൊല്ലം കഴിയുമ്പോഴോ x+2. രാമുവിന്റെ വയസ്സും 2 കൊല്ലം കഴിയുമ്പോൾ എത്രയാവും? y+2. അപ്പോഴെന്താ കണ്ടീഷൻ എന്നറിയോ? അപ്പോഴുള്ള കണ്ടീഷൻ ദിസ് വുഡ് ബിക്കം 2 times. നേരത്തെ 3 times ആയിരുന്നു അവരുടെ വയസ്സുകൾ തമ്മിലുള്ള ബന്ധമെങ്കിൽ ഇപ്പം 2 times ആണ്. അപ്പൊ എങ്ങനാ? x+2 എന്ന് പറയുന്ന റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 2 times. രാമുവിന്റെ വയസ്സിന്റെ 2 times 2 കൊല്ലം കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ഇതിന് നമുക്ക് ബ്രാക്കറ്റ് കഴിഞ്ഞ് എന്ത് കിട്ടും? x-4 ഈക്വൽ ടു 3 into y നമുക്ക് കിട്ടും 3y. 3 into 4, രണ്ടിനെയും ഗുണിക്കണം, 3നെ കൊണ്ട് 4നെയും ഗുണിക്കണം. 3 into 4 എത്ര കിട്ടും? 12. ഓക്കെ, അപ്പൊ x-4 ഈക്വൽ ടു 3y-12. നമ്മൾ ഇവിടെ എഴുതാൻ x-4 ഈക്വൽ ടു 3y-12. അപ്പോ നമ്മൾക്ക് ഇതിനെ 3y-നെ ഇങ്ങോട്ട് എടുക്കുക, -4നെ ഇങ്ങോട്ട് എടുക്കുക, 3y-നെ ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? എക്സ് ഈ +3y ഇപ്പുറത്തേക്ക് വരുമ്പം -3y ഈക്വൽ ടു -12 അവിടെ ഉള്ളത്. ഈ -4 അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? +4. അപ്പൊ x-3y ഈക്വൽ ടു -12ഉം 4ഉം കൂട്ടിയാല് -8. -12ഉം 4ഉം അല്ലെങ്കിൽ 4ന്ന് 12 കുറച്ചാല് നമുക്ക് കിട്ടും -8. അപ്പൊ ഇതിനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ ഈയിൽ നിന്നാണ് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കേണ്ടത്. x+2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2നെ y കൊണ്ട് ഗുണിക്കുക. 2നെ y കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 2y. ആ 2നെ തന്നെ ഈ 2 കൊണ്ടും ഗുണിക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 2 4. അപ്പോ എന്ത് കിട്ടും? x+2 ഈക്വൽ ടു 2y+4. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2y-നെ ഇങ്ങോട്ട് എടുക്കുക, +2നെ ഇങ്ങോട്ട് കൊണ്ടുപോകുക. അതായത് x-2y ആവും. +2y ഇപ്പുറത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -2y ഈക്വൽ ടു 4 അവിടെ ഉള്ളത് ഈ +2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -2. അതായത് x-2y ഈക്വൽ ടു 2 എന്ന് കിട്ടും. അത് ഇക്വേഷൻ 2. അപ്പൊ ആദ്യത്തെ കിട്ടത് x-3y സമം -8. രണ്ടാമത് കിട്ടിയത് x-2y സമം നമുക്ക് 2. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിൽ ചിലപ്പോൾ വിചാരിച്ചിരിക്കും ഇങ്ങനെ പറയുന്നതിൽ y-നെ ഇങ്ങോട്ട് കൊണ്ടുവരിക,
നമ്പറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത് എക്സും വൈയും ഉള്ള ടേംസ് ഇക്വേഷന്റെ ഈക്വൽ ടു എന്ന് എഴുതിയതിന്റെ ലെഫ്റ്റ് സൈഡിലും വെറും നമ്പർ ഈക്വൽ ടു എന്ന് എഴുതിയതിന്റെ റൈറ്റ് സൈഡിലുമാണ് വരിക. ഓക്കെ, അപ്പൊ ആ തരത്തിലാണ് നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതുന്നത്. അപ്പൊ ഇനി ഇപ്പൊ നമ്മൾക്ക് പലതരത്തിൽ ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 ഇവിടെയുണ്ട്. അപ്പൊ എക്സ് സമം ഈ എന്തെഴുതാം, 2 പ്ലസ് 2y എന്ന് എഴുതാം. ഈ മൈനസ് 2y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 2y ആവും. എക്സ് ഈക്വൽ ടു മോഡൽ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് വില ഇപ്പുറത്തേക്ക് കൊടുത്താൽ മതി. ഈ എക്സിന് പകരം 2 പ്ലസ് 2y ഇതിൽ കൊടുക്കുക. അപ്പൊ ഈ എക്സിന് പകരം എത്ര കൊടുക്കുക, 2 പ്ലസ് 2y. അപ്പൊ 2 പ്ലസ് 2y മൈനസ് 3y ഈക്വൽ ടു -8. അപ്പൊ ഇനി എങ്ങനാ, 2y മൈനസ് 3y സമം -8. ഈ 2 ഇപ്പുറത്തേക്ക് വരിക. അപ്പൊ എന്ത് കിട്ടും, -2. കറക്റ്റ്. അപ്പൊ 2y 3y പോയാല് -1y. കാരണം എന്താ, 3y 2y സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 1y ആ കിട്ടുക. അപ്പൊ ചെറിയതിൽ നിന്ന് വലുത് ഓർക്കുമ്പോൾ നെഗറ്റീവ് ചിഹ്നം വരും. നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈക്വൽ ടു -8 -2 ഈക്വൽ ടു -10. ഓക്കെ, അപ്പൊ -1y -10 ആകുമ്പോൾ 1y എത്ര കിട്ടും, 10 എന്ന് പറയുന്ന വില കിട്ടും. 1y 10 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് ഈക്വൽ ടു ഇവിടെ നമുക്കുണ്ട് 2 പ്ലസ് 2y. ഈ y സമം 10 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സമം 2 പ്ലസ് 2y ആണ്. അവിടെ വൈക്ക് പകരം എത്ര കൊടുക്കുക, 10 കൊടുത്താല് എക്സ് ഈക്വൽ ടു 2 പ്ലസ് 2 ഇൻറ്റു 10. എക്സ് സമം 2 പ്ലസ് 20. 2 പ്ലസ് 2 ഇൻറ്റു 10 40 എന്ന് എഴുതിയേക്കല്ലേ. ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഈക്വൽ ടു നമുക്ക് 22. എക്സിന്റെ വില നമുക്ക് കിട്ടും 22, വൈയുടെ വില കിട്ടും 10. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, എക്സിന്റെ വില 22 എന്ന് പറഞ്ഞാൽ ആരുടെ വയസ്സ് 22, റഹീമിന്റെ വയസ്സ് നമുക്ക് കിട്ടും 22, മറ്റേ ആളത് കിട്ടും 10. ഇനി നമുക്ക് നോക്കാം, ഈ പറഞ്ഞ കണ്ടീഷൻ ശരി തന്നെ നോക്കാം. 4 കൊല്ലം മുമ്പ് റഹീമിന്റെ വയസ്സ് അപ്പൊ എത്രയായിരിക്കും, 22 4 കുറച്ചാൽ നമുക്ക് കിട്ടും 18 എന്ന് കിട്ടും. അപ്പോൾ 4 കൊല്ലം മുമ്പ് രാമുവിന്റെ വയസ്സ് എത്രയായിരിക്കും, 10 4 കുറച്ചാൽ നമുക്ക് കിട്ടും 6. കറക്റ്റ് അല്ലേ? 18 എന്ന് പറഞ്ഞാൽ 6ന്റെ 3 ടൈംസ് ആണ്, 6ന്റെ 3 മടങ്ങാണ്. കറക്റ്റ് അല്ലേ? 3 മടങ്ങ് കണ്ടില്ലേ, 3 മടങ്ങ് അത് കിട്ടി. അപ്പൊ 2 നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന കാണാൻ കഴിയും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെക്കണം. പഠിച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ വയസ്സാണ് എക്സും വൈയും ആയിട്ട് എടുക്കേണ്ടത്. അത് വെച്ചിട്ട് മുമ്പുള്ള വയസ്സ് എന്ന് പറയുമ്പോൾ എത്ര കൊല്ലം മുമ്പാണോ അത് കുറക്കുകയും അതിനുശേഷമുള്ള വയസ്സ് പറയുമ്പോൾ എക്സിനോട് കൂട്ടി ചെയ്യുന്ന രീതിയിലാണ് എടുക്കേണ്ടത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 2 ഇക്വേഷൻ വരും. ഇക്വേഷൻ വരുമ്പോൾ ആ ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു എന്ന് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എന്ന് മോഡലിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് ആ കിട്ടിയ വില രണ്ടാമത്തെ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പം ചെയ്യാൻ കഴിയുക. പിന്നെ ചിഹ്ന സംഖ്യകളുടെ ക്രിയകൾ കൂടി പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതിന്റെ തുടർ ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.